നമസ്കാരം. ഇലക്ട്രൽ ബോണ്ട് കേസിൽ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ SBIക്ക് സുപ്രീം കോടതി നൽകിയ സമയപരിധി ഇന്ന് വൈകിട്ടോടെ അവസാനിക്കും. സമയപരിധി നീട്ടണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് നൽകിയ അപേക്ഷ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഇന്നലെ തള്ളിക്കൊണ്ട് രേഖകൾ സമർപ്പിക്കാൻ കർശന നിർദ്ദേശം നൽകിയിരുന്നു. ആരൊക്കെ ബോണ്ടുകൾ വാങ്ങിയെന്നുള്ള വിവരങ്ങൾ, ഓരോ പാർട്ടിക്കും കിട്ടിയ ബോണ്ടുകളുടെ വിശദാംശങ്ങളും ഇന്ന് കൈമാറണം. വിവരങ്ങൾ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കാനും കോടതി ഉത്തരവിലുണ്ട്. എന്നാൽ ആര് വാങ്ങിയ ബോണ്ടുകളാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും കിട്ടിയത് എന്ന വിവരം ഉടൻ പുറത്തുവിടില്ല. ബോണ്ടുകളുടെ വിൽപ്പനയും അത് പാർട്ടികൾ സ്വീകരിച്ചതിന്റെ വിവരങ്ങൾ ക്രോഡീകരിക്കാൻ സമയം നീട്ടി നൽകണമെന്നായിരുന്നു SBIയുടെ അപേക്ഷ. എന്നാൽ ഈ അപേക്ഷയിൽ കടുത്ത നിരസം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് പ്രകടിപ്പിച്ചിരുന്നു. SBI പോലുള്ള ഒരു വലിയ സ്ഥാപനം വിധി വന്ന് 26 ദിവസമായി എന്തു ചെയ്യുകയായിരുന്നെന്നും കോടതി ചോദിച്ചു. SBIയിൽ നിന്ന് ആത്മാർത്ഥത പ്രതീക്ഷിച്ചുവെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. SBI വെളിപ്പെടുത്താൻ സമയം ചോദിച്ച കുറെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുദ്രവെച്ച കവറിൽ കോടതിക്ക് നൽകിയതാണ്. ഈ കവർ വാദത്തിനിടെ കോടതി തുറന്നു. ഈ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പ്രസിദ്ധീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. വിവരങ്ങൾ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കാനും കോടതി ഉത്തരവിട്ടു. ആരൊക്കെ ബോണ്ടുകൾ വാങ്ങി എന്നുള്ള വിവരങ്ങൾ പുറത്തുവരും. ഓരോ പാർട്ടിക്കും കിട്ടിയ ബോണ്ടുകളുടെ വിശദാംശങ്ങളും SBI കൈമാറേണ്ടി വരും. കേസിൽ ADRും CPM നൽകിയ കോടതിലക്ഷ്യ ഹർജികൾ തൽക്കാലം തള്ളിയെങ്കിലും വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.